കഴിഞ്ഞയാഴ്ചത്തെ ഒരു പ്രധാന മെഡിക്കൽ ന്യൂസ് ഡയബറ്റിക് രോഗികൾക്കുള്ള ഒരു സദ്വാർത്തയായിരുന്നു. ഇഞ്ചക്ഷനു പകരം സ്പ്രേ രൂപത്തിൽ ഇൻഹലേഷൻ ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒരു പുതിയ ഇൻസുലിൻ അമേരിക്കയിലെ ഫെഡറൽ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അപ്രൂവൽ നൽകി എന്നതായിരുന്നു വാർത്ത. 1920കളിൽ ഇൻസുലിൻ കണ്ടുപിടിച്ച ശേഷം കഴിഞ്ഞ 75 വർഷങ്ങൾക്കുള്ളിൽ പ്രമേഹ രോഗികൾക്ക് ഇൻസുലിൻ ആവശ്യമെങ്കിൽ കുത്തിവയ്ക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ഇൻസുലിൻ ഒരു പ്രോട്ടീനാണ്. അത് വായിലൂടെ കഴിച്ചാൽ നമ്മുടെ വയറ്റിലെ ആസിഡിറ്റി അത് നശിപ്പിച്ച് കളയും. അതുകൊണ്ട് ഇൻസുലിൻ ഒരു ഗുളിക രൂപത്തിൽ നമുക്ക് കഴിക്കുക സാധ്യമല്ല. പ്രമേഹ രോഗികൾ പലപ്പോഴും ബ്ലഡ് ഷുഗർ വേണ്ട വിധത്തിൽ കൺട്രോൾ ചെയ്യാത്തതിൻ്റെ കാരണങ്ങളിലൊന്ന് ആവശ്യമുള്ളപ്പോഴും ഇഞ്ചക്ഷൻ എടുക്കാനുള്ള വൈമുഖ്യമാണ്. പ്രത്യേകിച്ച് ദിവസവും 3-4 ഇഞ്ചക്ഷൻ വേണ്ടി വരുന്നവർക്ക് വളരെ വൈമുഖ്യം കൂടും. ഈ കൂട്ടർക്ക് ഇഞ്ചക്ഷന് പകരം ഇൻസുലിൻ ഇൻഹലേഷൻ സ്പ്രേ ആയി എടുക്കാമെന്നത് ഒരു വലിയ അനുഗ്രഹമായിരിക്കും. വായിലൂടെ സ്പ്രേ ആയിട്ട് വലിച്ച് ദീർഘശ്വാസം എടുക്കുമ്പോൾ ഇൻസുലിൻ ലങ്സിലെത്തുന്നു. കുത്തിവയ്ക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ മരുന്നുകൾ പ്രവർത്തിക്കുന്നത് ലങ്സിലേക്ക് സ്പ്രേ ആയി എത്തിക്കുമ്പോഴാണ്. ആസ്മ തുടങ്ങിയ പല രോഗങ്ങൾക്കും ഉള്ള മരുന്നുകൾ ഇന്ന് ഇൻഹലേഷൻ സ്പ്രേ ആയി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇൻസുലിൻ്റെ ഇഞ്ചക്ഷനുള്ള നീഡിൽസും സിറിഞ്ചുമെല്ലാം പ്രമേഹ രോഗികൾ വലിച്ചെറിയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നാമതായി, കുട്ടികളിൽ വേണ്ടത്ര ക്ലിനിക്കൽ ട്രയൽസ് നടത്തിയിട്ടില്ലാത്തതിനാൽ കുറച്ചു കാലത്തേക്ക് കൂടിയെങ്കിലും കുട്ടികളിൽ ഇൻസുലിൻ ഇൻഹലേഷൻ സ്പ്രേ ഉപയോഗിക്കുവാൻ FDA അനുവാദം നൽകിയിട്ടില്ല. 2, ഇൻഹലേഷൻ ഇൻസുലിൻ സ്പ്രേ വളരെ ഷോർട്ട് ആക്ടിംഗ് ആണ്. അതുകൊണ്ട് ഓരോ തവണയും ഭക്ഷണത്തിന് മുമ്പോ ഭക്ഷണം കഴിഞ്ഞ് തൊട്ടു പിമ്പോ ഇത് ഉപയോഗിച്ചിരിക്കണം. ഒരു കുത്തിവയ്പ് കൊണ്ട് 24 മണിക്കൂർ ശക്തി നിൽക്കുന്ന ലോങ് ആക്ടിംഗ് ഇൻസുലിന് പകരമായി ഇത് ഉപയോഗിക്കുക സാധ്യമല്ല. എന്നാൽ ലോങ് ആക്ടിംഗ് ഇൻസുലിനോടൊപ്പം ഇൻഹലേഷൻ ഇൻസുലിൻ ഉപയോഗിച്ചാൽ ദിവസവും പല കുത്തിവയ്പ്പുകൾ ഒഴിവാക്കാൻ ഇതുമൂലം സാധിച്ചേക്കും. 3, ശ്വാസകോശ സംബന്ധമായി ആസ്മ, ക്രോണിക് ബ്രോങ്കൈറ്റിസ്, എംഫസീമ തുടങ്ങിയ രോഗങ്ങളുള്ളവർക്ക് ഇൻഹലേഷൻ ഇൻസുലിൻ ഉപയോഗിക്കുവാൻ സാധിക്കില്ല. അതുപോലെ തന്നെ പുകവലിക്കുന്നവർക്കും ഇൻഹലേഷൻ ഇൻസുലിൻ നിഷിദ്ധമാണ്. ഇൻഹലേഷൻ ഇൻസുലിൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് എല്ലാ രോഗികളും ലങ് ഫങ്ഷൻ ടെസ്റ്റ് നടത്തിയിരിക്കണം. അതിനുശേഷം വർഷത്തിൽ ഒരിക്കൽ ശ്വാസകോശ സംബന്ധമായ പരിശോധനകൾ നടത്തിയിരിക്കണമെന്നാണ് FDAയുടെ നിബന്ധന. ലോകത്തിലെ ഏറ്റവും വലിയ മരുന്ന് കമ്പനിയായ ഫൈസർ കമ്പനിയാണ് ഇൻഹലേഷൻ ഇൻസുലിൻ ആദ്യമായി നിർമ്മിച്ചിരിക്കുന്നത്. ഈ മരുന്നിന് അവർ നൽകിയിരിക്കുന്ന പേര് എക്സൂബറ എന്നാണ്. കഴിഞ്ഞ 10 വർഷമായി ഫൈസർ കമ്പനി ഈ മരുന്നിൻ്റെ സംബന്ധിച്ചുള്ള ഗവേഷണവും ക്ലിനിക്കൽ ട്രയൽസും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫൈസർ കമ്പനിക്ക് പ്രതിവർഷം $2 ബില്യൺ ആദായം ഈ മരുന്നിൽ നിന്ന് ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇൻഹലേഷൻ ഇൻസുലിൻ അപ്രൂവ് ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നു കഴിഞ്ഞ ഉടൻ തന്നെ ഫൈസർ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ വില കമ്പോളത്തിൽ വർദ്ധിച്ചിരുന്നു. എന്നാൽ ഈ മരുന്നിൻ്റെ വില മരുന്ന് കടയിൽ എത്തുമ്പോൾ സാധാരണക്കാരെന്താണ് കൊടുക്കേണ്ടി വരുന്നതെന്ന് കമ്പനി ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇൻഹലേഷൻ ഇൻസുലിന് ഇഞ്ചക്ഷൻ ഇൻസുലിന് വേണ്ടി വരുന്നതിൻ്റെ 3 ഇരട്ടിയോളം വില രോഗികൾ കൊടുക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. ഇൻഹലേഷൻ ഇൻസുലിൻ കൂടുതൽ സൗകര്യപ്രദമാണെങ്കിലും ഉപയോഗപ്രദമാണെങ്കിലും നിങ്ങളുടെ പണപ്പെട്ടിയുടെ ആരോഗ്യത്തെ ഇതെങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇൻഹലേഷൻ ഇൻസുലിൻ്റെ പാക്കേജിന്
ഒരു നമ്മുടെ ഐ ഗ്ലാസിൻ്റെ കേസിൻ്റെ വലിപ്പമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ പോക്കറ്റിൽ ഇത് കൊണ്ടു നടക്കാം. എന്നാൽ ഉപയോഗിക്കുവാൻ വേണ്ടി പാർട്സ് എല്ലാം ഘടിപ്പിച്ച് കഴിയുമ്പോൾ ഇതിന് ഏകദേശം ഒരടിയോളം നീളം വരും. കല്യാണ സദ്യകൾക്കും ഹോട്ടലിലെ ഭക്ഷണങ്ങൾക്കും എല്ലാം മുമ്പ് ഒരടി നീളമുള്ള ഈ കുണ്ടാമണ്ടി യന്ത്രത്തിലൂടെ മറ്റുള്ളവരെല്ലാം കാണെ ഉച്ഛ്വസിക്കുവാൻ ശ്രമിക്കുന്നത് എത്രമാത്രം സ്വീകാര്യമാണെന്ന് ഓരോരുത്തരും സ്വയം തീരുമാനിക്കേണ്ടതാണ്. മറ്റൊന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. പല മരുന്നുകളും മാർക്കറ്റിൽ പ്രത്യക്ഷപ്പെട്ട് പൊതുവെ ഉപയോഗിക്കുവാൻ തുടങ്ങി ഏകദേശം 6 മാസം കഴിയുമ്പോഴാണ് അതിന് അതുവരെ അറിഞ്ഞിട്ടില്ലാത്ത പല പാർശ്വഫലങ്ങളും ഡോക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇൻഹലേഷൻ ഇൻസുലിൻ വരുന്ന ജൂൺ ജൂലൈ മാസത്തിൽ ലോകമെമ്പാടുമുള്ള മരുന്ന് കടയിൽ എത്തുമെന്നാണ് ഫൈസർ കമ്പനി പറയുന്നത്. അതും കഴിഞ്ഞ് ഒരു 6 മാസം കൂടെ കഴിഞ്ഞിട്ട് എൻ്റെ രോഗികൾക്ക് ഇത് കുറിച്ചു കൊടുക്കുന്നതിലായിരിക്കും എനിക്ക് കൂടുതൽ ധൈര്യം തോന്നുന്നത്. ഏതായാലും ഈ ഇൻഹലേഷൻ ഇൻസുലിൻ പ്രമേഹ ചികിത്സയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന കാൽവെൽപ്പായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്നയാഴ്ചയും ഇതേ സമയം വീണ്ടും കാണാം. നിങ്ങൾക്ക് നന്ദി.